എന്തുകൊണ്ട് വേൾഡ് ക്ലാസ് റേസിംഗ് ആയിട്ടുള്ള WRC, നാസ്കാർ, ഫോർമുല 1 തുടങ്ങിയ റേസിംഗിൽ കൂടുതലും പെട്രോൾ കാർസ് അല്ലെങ്കിൽ പെട്രോൾ കാർസ് മാത്രം ഉപയോഗിക്കുന്നു, ഡീസൽ ഉപയോഗിക്കുന്നില്ല? ഒരു എഞ്ചിനെ സംബന്ധിച്ച് ആ എഞ്ചിൻ പെട്ടെന്ന് പവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ഉപയോഗിക്കുന്ന ഫ്യൂവൽ എനർജി പെട്ടെന്ന് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത് ഡീസലിനെ സംബന്ധിച്ച് പെട്രോളിനാണ് കൂടുതൽ സാധിക്കുന്നത്. ഇനി ഈ പവർ പ്രൊഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് ഈ എഞ്ചിൻ്റെ അകത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ എഞ്ചിൻ്റെ കമ്പോണൻസ് എല്ലാം ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അത് ഡീസലിനെ സംബന്ധിച്ച് പെട്രോളിനാണ് ലൈറ്റ് വെയിറ്റ് കമ്പോണൻസ്. ഇതെല്ലാം ഇതിൻ്റെ അകത്തൂടെ പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്ത് ടർബോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സോസിലൂടെ പെട്ടെന്ന് വേണം ഗ്യാസ് പോകാനായിട്ട്. എയർ മൂവ്മെൻറ്റ് നടക്കുന്നത് പെട്രോളിൻ്റെ അകത്താണ്. ഇനി ഇതെല്ലാം കൂടെ ചെന്നിട്ട് നമുക്ക് ഒരു റേസിങ്ങിനെ സംബന്ധിച്ച് ഒരു ഹയർ RPM നമുക്ക് കൂടുതൽ, നമുക്ക് ഇനീഷ്യലിനേക്കാൾ കൂടുതൽ ഹയർ RPM നമുക്ക് കൂടുതൽ, അതായത് RPM ഹൈ ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കണം നമുക്ക് കൂടുതൽ പവർ വേണ്ടത്. അങ്ങനെ സാധിക്കുന്നത് പെട്രോൾ എഞ്ചിന് മാത്രമായിരിക്കും. ഡീസൽ എഞ്ചിന് ഒരു ലിമിറ്റ് ഉണ്ട്, റവ് ലിമിറ്റ് ഉണ്ട്. ആ റവ് ലിമിറ്റിൽ കിടന്നുള്ള ടോർക്കും ആ പവർ ഔട്ട്പുട്ടും ഒക്കെയാണ് ഡീസൽ എഞ്ചിനുള്ളത്. ഹൈ റവിങ് കണ്ടീഷനിലേക്ക് പെട്രോൾ എഞ്ചിന് മാത്രമേ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ എല്ലാം കമ്പോണൻസിൻ്റെ വെയിറ്റ് കർവ് ആയതുകൊണ്ട് തന്നെ പെട്രോൾ വണ്ടികളുടെ ഹാൻഡ്ലിങ് ഭയങ്കര ക്രിസ്പും പെട്ടെന്ന് ഭയങ്കര ഡീസൽ വണ്ടിയേക്കാൾ കൂടുതൽ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ഹാൻഡ്ലിങ്. അത് നമ്മൾ നോർമൽ ഉള്ള വാഹനങ്ങൾ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പെട്രോൾ വണ്ടിക്കായിരിക്കും കൂടുതൽ റെസ്പോൺസ് വരുന്നത്. അപ്പോൾ വണ്ടി ലൈറ്റ് ആയിരിക്കണം, പവർ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യണം, ഹൈ RPM കൂടുതൽ നേരം നിൽക്കാൻ പറ്റണം, ആ എഞ്ചിൻ ഒത്തിരി ഓവർ ഹീറ്റ് ആകാൻ പാടില്ല, വണ്ടിയുടെ ഹാൻഡ്ലിങ് ക്രിസ്പായിരിക്കണം, പെട്ടെന്നായിരിക്കണം, വണ്ടി ഒത്തിരി സ്പീഡിൽ എത്തിക്കാൻ സാധിക്കണം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് പെട്രോൾ എഞ്ചിൻസ് റേസിങ്ങിൽ ഉപയോഗിക്കുന്നത്.